കെ.എസ്.ആർ.ടി.സിയുടെ പിങ്ക് ബസ് സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം. സ്ത്രീകൾക്ക് രാത്രികാല യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കാൻ പിങ്ക് ബസ് സർവീസുമായി കെ.എസ്.ആർ.ടി.സി. സ്ത്രീകൾക്ക് മാത്രമായാണ് പിങ്ക് ബസ് സർവീസ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്താണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഇന്നിപ്പോൾ ഒരു പിങ്ക് ബസ് എന്ന ഒരു പേരില് നിറത്തിലൊരൽപ്പം പച്ച ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പിങ്കാണ്. അതുകൊണ്ട് പിങ്ക് വരും, ഉടനെ വരും. നമുക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവർ തൊഴിലിടത്തിലേക്ക് വന്നതും പോയതുമെന്ന് പൊതു സമൂഹത്തിന് മനസ്സിലായത് പ്രിയദർശിനി വന്നപ്പോഴാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പദ്ധതിയായിട്ടാണ് പ്രിയദർശിനിയെ കണ്ടത്. ആ സന്ദർഭത്തിലാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അവർക്ക് സാമ്പത്തികമല്ല അവരുടെ പ്രശ്നം. ആദ്യഘട്ടത്തിൽ തമ്പാനൂർ ടെക്നോ പാർക്ക് റൂട്ടിലാണ് പിങ്ക് ബസ് സർവീസ് ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ രാത്രി 10:45 വരെ ബസ് സർവീസ് ലഭ്യമാകും. രാത്രികാലത്ത് ജോലി കഴിഞ്ഞു മടങ്ങുന്നവരും പഠനാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരുമായ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കെ.എസ്.ആർ.ടി.സി അറിയിച്ചു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ പ്രധാന റൂട്ടുകളിലേക്കും ഘട്ടം ഘട്ടമായി രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് പദ്ധതിയെന്നും കെ.എസ്.ആർ.ടി.സി വ്യക്തമാക്കി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.